പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വാട്സപ്പിലെ പുതിയ 2 കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് മിക്കവാറും ആർക്കും തന്നെ അറിയാവുന്നതായിരിക്കത്തില്ല, രണ്ടാമത്തെ ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പം മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, എൻ്റെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനിത് ഇവിടെയായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിന്റെ പേജിൽ വന്നിട്ടുണ്ട്. വാട്സപ്പിൽ വന്നിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ എൻ്റെ കീബോർഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ കീബോർഡിൽ ഇവിടെ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ അവിടെ ഒന്ന് ഞാൻ ടച്ച് ചെയ്ത് ഈ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ അത് ഞാനിങ്ങനെ സെൻഡ് ചെയ്തു. ഇത് ഇപ്പോൾ ഈ കീബോർഡിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഈ കീബോർഡിൽ ഇതിപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കീബോർഡിൽ ഇങ്ങനെ ഡയറക്റ്റ് വരത്തില്ല. അത് വന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിന്റെ സ്പേസിൽ ഒന്ന് ടച്ച് ചെയ്ത് അമർത്തി പിടിക്കുക. ഒന്ന് അമർത്തി പിടിച്ചു കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ കീബോർഡാണോ അത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കീബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിന്റെ കീബോർഡ്, അതായത് ജീബോർഡ് എന്ന് പറയുന്നത്, ജീബോർഡ് മലയാളം ഉപയോഗിക്കുന്നതായാലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മലയാളവും ഇംഗ്ലീഷും കൂടെ ഉള്ള ഗൂഗിളിന്റെ കീബോർഡാണ്. ഓക്കെ, ഓപ്പൺ ചെയ്ത് അത് നേരെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് വേണേലും ഗൂഗിളിന്റെ കീബോർഡ്, നിങ്ങൾ കറണ്ട് കീബോർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗൂഗിളിന്റെ കീബോർഡ് സെലക്ട് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് കണക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഗൂഗിളിന്റെ കീബോർഡ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്കൊരു സെറ്റിംഗ്സിന്റെ ഐക്കോൺ കാണാനായിട്ട് സാധിക്കും. ഇത് കണക്ക് ഗൂഗിളിന്റെ കീബോർഡ് സെലക്ട് ചെയ്ത് കഴിയുന്നതന്നെ ഇത് കണക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഐക്കോൺ കാണാം. ആ സെറ്റിംഗ്സിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെ ഇവിടെയായിട്ട് ക്ലിപ്പ് ബോർഡ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെ ക്ലിപ്പ് ബോർഡ് എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കണക്ക് നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെയായിട്ടുള്ള ഓപ്ഷനാണ്, അതായത് നമുക്ക് എനേബിൾ ചെയ്യേണ്ടത് മെയിനായിട്ട്. മറ്റ് 2 ഓപ്ഷനും മുകളിലായിട്ട് കാണുന്ന ആ 2 ഓപ്ഷനും നമുക്ക് ഓൾറെഡി എനേബിൾ ആയിരിക്കും. എല്ലാ മൊബൈലിലും നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കണക്ക് രണ്ട് ഓപ്ഷനും അത് എനേബിൾ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ 3ാമത്തെ ഓപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ എനേബിൾ ആയിരിക്കത്തില്ല, അത് ഡിസേബിൾ ആയിരിക്കും. അതാണ് എനേബിൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഏറ്റവും താഴെയായിട്ടുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത് അതാണ് സേവ് റീസെന്റ് സ്ക്രീൻഷോട്ട് ഇൻ ക്ലിപ്പ് ബോർഡ് എന്നുള്ളത്. അതാണ് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, എൻ്റെ മൊബൈലിന്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഓക്കെ, എൻ്റെ മൊബൈലിന്റെ തന്നെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് നമുക്കിനി നമ്മുടെ വാട്സപ്പിന്റെ പേജിലോട്ട് നമുക്ക് വാട്സപ്പിൽ പോവാം. വാട്സപ്പിൽ ആർക്ക് വേണേലും ഇത് കണക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് ഇത് കണക്ക് എടുത്തിട്ട് അയക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് ഇത് കണക്ക് നമ്മുടെ കീബോർഡിൽ വരും, അവിടെ ഇങ്ങനെ വരും. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത് കണക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സ്ക്രീൻഷോട്ട് ആയിട്ട് എടുക്കുന്ന ഏതൊരു കാര്യം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഇപ്പം ഗൂഗിളിലെ എന്നല്ല, ഇപ്പൊ യൂട്യൂബിലെ ആയിക്കോട്ടെ, ഏതൊരു കാര്യം സ്ക്രീൻഷോട്ട് എടുക്കുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ ഇത് കണക്ക് ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് നമുക്ക് മറ്റുള്ളവർക്ക് വാട്സപ്പിലൂടെ ഇങ്ങനെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പൊ അടുത്ത നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ, ഏതൊരു കാര്യമായാലും നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോ നമ്മൾ ഗാലറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാറ്റസിൽ ഇടാൻ വേണ്ടി ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ഐക്കോൺ, അതായത് മ്യൂസിക്കിന്റെ ഐക്കോൺ കാണാനായിട്ട് സാധിക്കും. ഈ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെയായിട്ട് ഇത് കണക്ക് പല മ്യൂസിക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, പല ഇതിന്റെ. അപ്പൊ ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ ഏത് രംഗത്തിനനുസരിച്ച്, അതായത് ഈ ഫോട്ടോ ഏത് രീതിയിലാണോ അതിനനുസരിച്ച് സോങ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ നമ്മുടെ ഈ രംഗം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാഡ് രംഗമാണ്. അപ്പൊ സാഡ് സോങ് എന്ന് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാഡ് സോങ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ആ സോങ്ങിന്റെ ഇഷ്ടമുള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് ഇത് കണക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതൊരു പുതിയ ഒരു രീതിയാണ്. എല്ലാവർക്കും അറിയോ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ അറിയാവുന്നവരോ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.